വെൽക്കം ടു മൈ ചാനൽ. ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വയനാട് ചുരത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് വേണ്ടി. താമരശ്ശേരി ചുരത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. 9 ഹെയർപിൻ വളവുകളാണ് ഈ ചുരത്തിൽ ഉള്ളത്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. കർണാടക, കൂർഗ്, മൈസൂർ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രധാനമായിട്ടും ഈ വഴിയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിലേക്കുള്ള പ്രധാന വഴിയാണ് ഈ താമരശ്ശേരി ചുരം വഴിയുള്ള ഈ വഴി. റോഡിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നത്. 9 വളവുകൾ താണ്ടി വേണം ഏകദേശം 800 മീറ്റർ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ലക്കിടി എന്ന വ്യൂ പോയിന്റിൽ എത്താൻ. അവിടെ നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് സാധിക്കും എന്നാണ്. ആ ചുരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരിത്തണ്ടൻ എന്ന ആളുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ് ഈ വഴി. വയനാട്ടിലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിദേശത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തുറമുഖത്തേക്ക് ഒരു വഴി ആവശ്യം ആയപ്പോൾ കരിത്തണ്ടൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ് ഈ ചുരം. നമ്മൾ 9 ഹെയർപിൻ വളവുകളും താണ്ടി മുകളിലെത്തി കഴിയുമ്പോഴത്തേക്ക് ലക്കിടി എന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. അവിടെയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്ന വയനാടിൻ്റെ ടൂറിസത്തിൻ്റെ ബോർഡ് കാണാം. അതോടൊപ്പം തന്നെ അവിടെ ചങ്ങല മരമുണ്ട്, അതുപോലെ കരിത്തണ്ടൻ്റെ ക്ഷേത്രമുണ്ട്. ഇതൊക്കെ നമുക്കവിടെ കാണാനായിട്ടും ദർശിക്കാനായിട്ടും ഒക്കെ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്. വനമേഖലയാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു രീതിയിലുള്ള ദോഷം തട്ടുന്ന രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. ഇതൊക്കെ പ്രതിപാദിക്കുന്ന സൈൻ ബോർഡുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ട്. തീർച്ചയായിട്ടും കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട്. നിരവധി ടൂറിസ്റ്റ് പ്ലേസുകളാണ് വയനാട് ഉള്ളത്. ശുദ്ധജല തടാകവും ഒക്കെ നമുക്ക് കാണാനായിട്ട്, ഫാൻറ്റം റോക്ക്, ഇടയ്ക്കൽ ഗുഹ, ഇങ്ങനെ പല സ്ഥലങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ വളവുകൾ ഇപ്പം ലക്കിടി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്